മധൂർ പഞ്ചായത്തിൽ SC/ST വിഭാഗത്തിനായുള്ള ശ്മശാന ഭൂമിയിൽ അംഗൻവാടി പണിയുന്നതായി ആക്ഷേപം. ചേനക്കോട് കോളനിയിലെ 100ഓളം പേർ താമസിക്കുന്ന സ്ഥലത്ത് ശ്മശാനത്തിനായി നീക്കിവെച്ച സർക്കാർ ഭൂമിയിൽ അംഗൻവാടി പണിയുന്നു എന്നാണ് ശ്മശാന സംരക്ഷണ സമിതിയുടെ പരാതി. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. മധൂർ പഞ്ചായത്തിലെ 5ാം വാർഡായ ചേനക്കോട് കോളനിയിലെ 100ഓളം പേർ താമസിക്കുന്ന സ്ഥലത്ത് സർക്കാർ ഭൂമി ശ്മശാനത്തിനായി നീക്കിവെച്ചിരുന്നു. ഇവിടെ ശ്മശാനമൊരുക്കാൻ 10 വർഷം മുൻപ് അനുവദിച്ച തുക ദുരുപയോഗിച്ചതായി ശ്മശാന സംരക്ഷണ സമിതി കൺവീനർ CH രാമകൃഷ്ണ കാഞ്ഞങ്ങാട് വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ ആരോപിച്ചു. മധൂർ പഞ്ചായത്ത് 5ാം വാർഡ് ചേനക്കോട് ഹൗസ് അവിടെ ഞങ്ങൾ ശ്മശാന ഭൂമി ഉണ്ടായി. അതിപ്പോൾ കയ്യേറിയിട്ട് അതിൽ അംഗനവാടി കിട്ടുന്നുണ്ട്. ഞങ്ങൾക്കിപ്പോൾ ശവം വെക്കാൻ ആവില്ല. 100ഓളം കുടുംബങ്ങളുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ശവം വെക്കാൻ സ്ഥലമില്ലാതായിന്. ഞങ്ങൾക്ക് ആകെ ഉള്ളത് 5-3 സെൻസ് സ്ഥലമാണ്. ഞങ്ങളിപ്പോൾ ആകെ ബുദ്ധിമുട്ടിലായിരുന്നു. ജില്ലാ കളക്ടർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ഓംബുഡ്സ്മാൻ, പട്ടികജാതി വികസന വകുപ്പ്, ഗോത്രവർഗ കമ്മീഷൻ തുടങ്ങിയവരെയെല്ലാം പരാതിയുമായി സമീപിച്ചിരുന്നു. എന്നാൽ അധികൃതർ ഇതിൽ തുടർ നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. പഞ്ചായത്ത് സെക്രട്ടറിയും സർക്കാർ ഫണ്ട് ദുരുപയോഗിക്കാൻ കൂട്ടുനിന്നതായും ഇവർ ആരോപിച്ചു. പഞ്ചായത്തും സാമൂഹ്യക്ഷേമ വകുപ്പും കൂടിയിട്ട് അവിടെ അംഗൻവാടി കെട്ടാനുള്ള ബിൽഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചേനക്കോട് നിവാസികൾ KDF-ന്റെ ജില്ലാ പ്രസിഡന്റിനെയും KDF പ്രവർത്തകരും സമീപിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഒരുപാട് കളക്ടർക്കും അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യക്ഷേമ വകുപ്പിനും പിന്നെ മനുഷ്യാവകാശ കമ്മീഷനും പട്ടികജാതി വകുപ്പിനെല്ലാം പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പരാതിയിൽ ഇന്ന് വരെ നമ്മളടുത്ത് പരാതി കൊടുത്തതല്ലാണ്ട് അതിനൊരു തീർപ്പ് കൽപ്പിക്കാൻ ഡിപ്പാർട്ട്മെൻറ്റോ SC ഡിപ്പാർട്ട്മെൻറ്റോ ഒന്നും തയ്യാറായില്ല. കളക്ടറുടെ അടുത്ത് നിന്ന് പരാതി കൊടുത്തത് അത് അങ്ങനെ കിടക്കുന്നുണ്ട്. ഇതിനിടയിൽ നമുക്ക് ഓംബുഡ്സ്മാൻ തിരുവനന്തപുരത്ത് നിന്ന് ഒരു സിറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സിറ്റിങ്ങിൽ മധൂർ പഞ്ചായത്ത് സെക്രട്ടറിയോട് പറഞ്ഞെന്തെന്നാൽ, നിങ്ങൾ എന്തിനാണ് അവിടെ പിന്നെ SCക്ക് നീക്കി വെച്ച പൊതു ശ്മശാനത്തിൽ നിങ്ങളെന്തിനാണ് ബാലാടി കെട്ടുന്നത് അവരോട് ചോദിക്കുമ്പോൾ സെക്രട്ടറിക്ക് ഉത്തരവില്ലായിരുന്നു. അംഗൻവാടി കെട്ടാൻ അനുമതി ലഭിച്ചെങ്കിൽ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ശ്മശാനത്തിനുള്ള ചുറ്റുമതിൽ എന്ന പേരിൽ അനുവദിച്ച ഫണ്ട് എന്ത് ചെയ്തെന്നും ഇവർ ചോദിച്ചു. 2-3 സെന്റിൽ താമസിക്കുന്ന കോളനിയിലുള്ളവർക്ക് ശവസംസ്കാരത്തിന് മറ്റ് സ്ഥലമില്ലെന്നാണ് ഇവരുടെ പരാതി. കേരള ദളിത് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ബാബു കാനത്തൂർ, ശശി നടക്കാവ്, ശ്രീജിത്ത് കൊടക്കാട്, K രാമകൃഷ്ണൻ, K ശിവണ്ണ തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.